നമ്മളിൽ പലരും മുഖാമുഖം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ കാലുകുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നത്. കാരണം ശാസ്ത്രലോകത്തിന് പോലും ഇന്നും ഒരു കൃത്യമായ ഒരു ഉത്തരം ഇതിന്മേൽ തരാൻ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇപ്പോൾ ഭാവിയെക്കുറിച്ച് പ്രവചനം നടത്തിയ ബാബ വാങ്കെ നടത്തിയ ഒരു പ്രവചനമാണ് ലോക ശ്രദ്ധ നേടുന്നത്. ഭൂമിയിൽ ഏത് സ്ഥലവുമായിട്ടാണ് അന്യഗ്രഹ ജീവികൾ ആദ്യം സമ്പർക്കം പുലർത്തുക എന്നതായിരുന്നു അവരുടെ പ്രവചനം. 2125 ആകുമ്പോഴേക്കും അന്യഗ്രഹ ജീവികൾ ഹംഗേറിയിലേക്ക് അവരുടെ ആദ്യത്തെ സിഗ്നലുകൾ അയക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. അന്യഗ്രഹ ജീവികൾക്കായുള്ള ആദ്യത്തെ നേരിട്ടുള്ള സമ്പർക്കവും ഇവിടെ തന്നെ ആകും നടക്കുക എന്നും അവർ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യം 100 വർഷങ്ങൾക്ക് ശേഷം 2125 അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ ഇറങ്ങാൻ ശ്രമിക്കുമെന്നും ഹംഗേറിയെ അവരുടെ ലക്ഷ്യസ്ഥാനമായി തിരഞ്ഞെടുക്കുമെന്നും ബാബ വാങ്കെ പറഞ്ഞിട്ടുണ്ട്. ബഹിരാകാശത്തു നിന്നുള്ള സിഗ്നലുകൾ ഹംഗേറിയയ്ക്ക് സ്വീകരിക്കാനാകുമെന്നും അവർ തന്റെ പ്രവചനങ്ങളിൽ പറയുന്നുണ്ട്. അതേസമയം ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വെറും ഒരു പ്രവചനങ്ങൾ മാത്രമാണ്. യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായ അടിസ്ഥാനമോ അതിനൊരു പിൻബലമോ ഒന്നും തന്നെ ഇതിന് ഇല്ല എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാലാകട്ടെ ഇവർ പ്രവചിച്ചിട്ടുള്ള മിക്ക പ്രവചനങ്ങളും നടന്നിട്ടുമുണ്ട്. ഏറ്റവും വലിയൊരു ഉദാഹരണമായി എടുത്തു പറയുന്നത് പശ്ചിമേഷ്യയിൽ നടന്ന യുദ്ധമാണ്. അതും അവർ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതേസമയം 1996 ബാബ വാങ്കെ അന്തരിച്ചുവെങ്കിലും അവരുടെ പ്രവചനങ്ങൾ പലപ്പോഴും വാർത്തയായി മാറാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രവചനമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നതും. അതാണ് നമ്മൾ പറഞ്ഞത്, അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു തീർപ്പുണ്ടായിട്ടില്ല, ഒരു വ്യക്തത ഇതുവരെയും വരാൻ സാധിച്ചിട്ടില്ല. ഉണ്ടെന്നും ഇല്ലെന്നും വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഉണ്ടെന്നുറപ്പിക്കാൻ തക്കതായ തെളിവുകളൊന്നും തന്നെ നമ്മുടെ ശാസ്ത്രലോകത്തിന് കിട്ടിയിട്ടുമില്ല. അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല അതേസമയം ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ മനുഷ്യർ വളരെ ആശങ്കാകുലരായിട്ടാണ് നോക്കിക്കാണുന്നതും. പ്രവചനത്തിന്റെ കാര്യത്തിൽ ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കയോളം കൃത്യത ആർക്കുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർ നടത്തിയ പ്രവചനങ്ങൾ എല്ലാം തന്നെ നടന്നതാണ്. അതിന് ലോകം സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. 2025 മുതൽ ലോകത്തിന്റെ അവസാനം ആരംഭിക്കുമെന്ന് അവർ ഒരു പ്രവചനം നടത്തിയിരുന്നു. 5079 ലോകം അവസാനിക്കുമെന്നും അതുപോലെ തന്നെ മനുഷ്യനെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് അപ്പാടെ തന്നെ തുടച്ചു നീക്കപ്പെടുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ ഒരു അന്യഗ്രഹ ജീവികൾ ഈ ഒരു ഹംഗേറിയിലേക്ക് അവർ സിഗ്നൽ നൽകുകയും അവർ ഭൂമിയിലേക്ക് വരും എന്നവർ പറയുന്നത്. 2025 സംബന്ധിച്ച് യൂറോപ്പിൽ മാരകമായ ഒരു യുദ്ധമുണ്ടാകുമെന്ന് അവർ പ്രവചിച്ചിരുന്നു. അതേസമയം 2025 യൂറോപ്പിൽ യുദ്ധമുണ്ടാകുമെന്ന് ബാബ വാങ്കെ പ്രവചിച്ചത് ഇത് ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയെ നശിപ്പിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. 27 വർഷം മുൻപ് 1996 ബാബ വാങ്കെ അന്തരിച്ചത്. എന്നാൽ ആ സമയം മുതൽ അവരുടെ ഭാവി പ്രവചനങ്ങൾ വളരെ വ്യക്തതയോട് തന്നെയാണ് ലോകം വീക്ഷിക്കുന്നതും. വാൻഗേലിയ പാണ്ഡേവ ദിമിത്രോവ എന്നാണ് ബാബ വാങ്കയുടെ യഥാർത്ഥ പേര്. 12ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തനിക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കാണാൻ സാധിച്ചിരുന്നതായും അവർ അവകാശപ്പെട്ടിട്ടുണ്ട്. അതേസമയം ബാബയുടെ പ്രവചനങ്ങൾ വേറെയും ശരിയായിട്ടുണ്ട്. ആധുനിക കാലത്ത് ഏതെല്ലാം പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ലോകാവസാന വർഷം വരെ ബാബ വാങ്കെ പ്രവചിച്ചിട്ടുണ്ട്. സൈബർ യുദ്ധമാണ് അവർ പ്രവചിച്ചിട്ടുള്ളതിൽ യാഥാർത്ഥ്യമായ കാര്യങ്ങളിൽ വരുന്നത്. ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ബാബ വാങ്കെ മുൻകൂട്ടി കണ്ടിരുന്നു. സാമ്പത്തികമായ പ്രതിസന്ധി ലോകത്ത് ഉടലെടുക്കുമെന്ന പ്രവചനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ വർഷം ലോകത്തെ സുപ്രധാന വിപണികളെല്ലാം തന്നെ പ്രതിസന്ധിയിലാണ്. US സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീണിരിക്കുകയാണ്. വളർച്ചയും കുറഞ്ഞു. 2.5% നിന്ന് 2.1% സാമ്പത്തിക വളർച്ച കുറഞ്ഞിരിക്കുകയാണ്. ബാബ വാങ്കെ ഇത് പ്രവചിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ പ്രാരംഭ ദിശയിലായിരുന്നു. ഒരിക്കൽ ഈ ഇന്റർനെറ്റ് വളർച്ച പ്രാപിച്ച വലിയൊരു ആയുധമായി മാറുമെന്നായിരുന്നു അവരുടെ പ്രവചനം. അതുപോലെ ആപ്പിൾ, മെറ്റ എന്നിവയെല്ലാം തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. വിവരങ്ങൾ ചോർത്തപ്പെടുന്നതായും ഇവർ സ്ഥിരീകരിച്ചിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം, ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം എന്നിവ എല്ലാം തന്നെ ബാബ വാങ്കെ പ്രവചിച്ച ലോകത്തിൽ നടന്ന സംഘർഷങ്ങളിൽ ചിലതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.